നമസ്കാരം സാർ. നമസ്തേ. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതു ചരിത്രം എഴുതപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ സുരേഷ് ഗോപി 30,000 വോട്ടിൻ്റെ ലീഡ് നേടിക്കഴിഞ്ഞു. അപ്പോൾ പണ്ടത്തെ ഒരു പ്രയോഗം ഓർമ്മ വരികയാണ്, സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ ബട്ട് എ ജയന്റ് ലീപ്പ് ഫോർവേഡ് ഫോർ മാൻ കൈൻഡ് എന്നാരോ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജയന്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയാമോ? തീർച്ചയായിട്ടും. കാരണം ഇത്രകാലം BJPക്ക് കാലുകുത്താൻ അവസരമുണ്ടായിരുന്നതിന് ഒരു സ്ഥലമല്ല കേരളം. തെക്ക് പടിഞ്ഞാറേ ഇന്ത്യയിൽ കർണാടകം വരെ ഭരണത്തിൽ എത്തിയ BJPക്ക് കേരളത്തിൽ ഇതുവരെയും ഒരു സീറ്റ് കിട്ടിയിട്ടില്ല. കഷ്ടിച്ചൊരിക്കൽ രാജഗോപാലിന് നിയമം അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരാൻ കഴിഞ്ഞതാണ് ആകെയുള്ള അറിയപ്പെടുന്ന ഒരു ഗെയിൻ. തീർച്ചയായിട്ടും 2-3 പ്രാദേശിക ഭരണ സമിതികൾ BJP ഭരിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ അവിടെ പോലും പാലക്കാട്, തൃപ്പൂണിത്തുറയൊക്കെ ഉൾപ്പെട്ട പ്രദേശങ്ങൾ പോലും തൃപ്പൂണിത്തുറ BJP ഭരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അവിടെ BJP നിർണായകമായ ഒരു ശക്തിയാണ്. എന്നിട്ട് അവിടെ ഒന്നും BJPക്ക് ഒരു അസംബ്ലി സീറ്റിൽ പോലും ജയിക്കാൻ പറ്റിയിട്ടില്ല. ആ സ്ഥാനത്താണ് തൃശ്ശൂർ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോസ്മോപൊളിറ്റൻ ഏരിയയിൽ നിന്ന് സുരേഷ് ഗോപി എന്ന BJP കാൻഡിഡേറ്റ് ജയിക്കുന്നത്. അപ്പോൾ നമ്മളിത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലീഡ് 30,000 കഴിഞ്ഞു. അപ്പോൾ അതൊരു സുരക്ഷിതമായ ഭൂരിപക്ഷ നിലയിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ വിജയം തൃശ്ശൂരിലെങ്കിലും ഉറപ്പാണ്. ഒരു പതിറ്റാണ്ടിനുള്ളിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട ഒരു സെൻറ്റൻസാണ് തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുകയാണ് അല്ലേ? ഭയങ്കര കോമഡി ആയിട്ടാണ് അത് ഇത്രയും നാൾ കണ്ടിരുന്നത്. ഇപ്പം അതൊരു യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. അതെ. അപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു. നാളെ വേണമെങ്കിൽ ചില പത്രങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നമ്മളിത് സംസാരിക്കുമ്പോൾ ഏകദേശം 6,000 വോട്ടിന് മുന്നിലാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ BJPക്ക് രണ്ടാമതൊരു സീറ്റും കൂടെ കേരളത്തിൽ കിട്ടാവുന്നത് തൃശ്ശൂരാണെന്ന്, തൃശ്ശൂർ കഴിഞ്ഞാൽ തിരുവനന്തപുരമാണെന്ന് ഏകദേശം സൂചനയുണ്ട്. പക്ഷേ അവിടുത്തെ ട്രെൻഡ് എങ്ങനെയും മാറി മറിയാം. അതുകൊണ്ട് നമ്മൾ അത് അവിടെ നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ഈ ട്രെൻഡിൽ CPM-ഉം BJP-യും തുല്യമാണ്. 19 സീറ്റിൽ UDF ലീഡ് ചെയ്യുമ്പോൾ, 18 സീറ്റിൽ UDF ലീഡ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമാണ് LDF-ന്, ആലത്തൂർ സീറ്റിൽ മാത്രമാണ് ഒരു ദുർബലമായ ലീഡും. അതും BJPക്ക് ഇപ്പോൾ ട്രിവാൻഡ്രം ലീഡ് ഉണ്ടല്ലോ. BJPക്ക് തിരുവനന്തപുരം ഉണ്ട്, തൃശ്ശൂരും ഉണ്ട്. ആ സ്ഥാനത്ത് CPM-ന് ഒരേ ഒരു സീറ്റാണ്. പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജിലും ഇപ്പോൾ BJP-യും CPM-ഉം ഏകദേശം അടുത്തടുത്ത ഫിഗേഴ്സിലെത്തുകയാണ്. അപ്പോൾ അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ നമ്മുടെ ന്യായീകരണ തൊഴിലാളികളും സാംസ്കാരിക നായകന്മാരും പിന്നെ കാപ്സ്യൂൾ നിർമ്മാതാക്കളൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയെ ഒരു കണക്കിനൊന്ന് താങ്ങി നിർത്തി. അതായത് 1ാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിലും ഞങ്ങൾ 2ാം സ്ഥാനത്തുണ്ട്, 1ാം സ്ഥാനത്ത് കോൺഗ്രസ്, 2ാം സ്ഥാനത്ത് ഞങ്ങൾ എന്ന് പറഞ്ഞ് മേനി നടിക്കാമായിരുന്നു. ഇപ്പം അതിനുള്ള വകുപ്പില്ല. ഇപ്പോൾ CPM-ന്റെ ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങൾ അവരെ ശരിക്കൊരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അതാണ് ഈ ട്രെൻഡ് കാണിക്കുന്നത്. ശരിക്കും ഗവൺമെൻറ്റിന് ഒരു വീണ്ടും വിചാരം ഉണ്ടായാൽ അവർക്ക് നല്ലത്. പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ മുൻകാല അനുഭവങ്ങൾ വെച്ച് തീരെയില്ല. ഇതിനെയും പോലും ഈ പതനത്തെ പോലും ന്യായീകരിക്കുന്ന ആളുകളാണ്. രഹസ്യമായി ന്യായീകരിക്കാൻ അവർ മുതിരും. ന്യായീകരണത്തിന് ഒരു ക്ഷാമമില്ല. പക്ഷേ എന്ത് തന്നെ ന്യായീകരിച്ചാലും CPM പടിപടിയായി കേരളത്തിലെ ജനസാമാന്യത്തിൽ നകന്നു പോവുകയാണ്. ഇനി അവർ ഇതിനെ മറികടക്കാൻ ആവിഷ്കരിക്കുന്ന തന്ത്രങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് തന്ത്രമൊന്നുമില്ല. അവരുടെ പാർട്ടിയുടെ തന്നെ ദേശീയ അംഗീകാരം ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് മത്സരിക്കുന്ന ഏതാനും സീറ്റുകളിൽ 1-2 സീറ്റിലെങ്കിലും ജയിച്ചില്ലെങ്കിൽ CPM-ന് അവരുടെ ദേശീയ അംഗീകാരം പോകുമെന്ന് മാത്രമല്ല, ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് CPM-നൊരു ഭരണ ഉള്ളത്. ആ പാർട്ടിയുടെ റിസോഴ്സസ് ആണ് കേരളം.
അതിൽ വന്നിരിക്കുന്ന വിള്ളലാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഫലം സൂചിപ്പിക്കുന്നത്. അതിനേക്കാൾ ഉപരി കേരളത്തിലേക്ക് 1-2 സീറ്റിലേക്ക് NDA അതായത് BJP ജയിക്കും എന്ന് ഒരു ഉറപ്പായ ഒരു സൂചന ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്ഥിതിക്ക് കേരള രാഷ്ട്രീയം അടിമുടി മാറാൻ പോവുകയാണ്. വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും എന്തായിരിക്കും ഫലം എന്നതിന് നമുക്കിതിൽ നിന്ന് ചില കാൽക്കുലേഷൻസ് നടത്താവുന്നതാണ്. കേരളത്തിലെ മുന്നണി ബന്ധങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാം. അത് UDFനും അത് ബാധകമാണ്. കേരളത്തിലെ മുന്നണി LDFൻ്റെയും UDFൻ്റെയും ഘടകകക്ഷികൾക്കിടയിൽ വീണ്ടും വിചാരമുണ്ടാകും. മുന്നണി ബന്ധങ്ങളിൽ മാറ്റമുണ്ടാകും. പ്രത്യേകിച്ചും LDFിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ്സുകൾ ആദ്യം തന്നെ അവരുടെ നിലപാട് പുനഃപരിശോധിക്കും. UDFിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ് സാവകാശമെങ്കിലും അവരുടെ രാഷ്ട്രീയ നിലപാട് ദേശീയ തലത്തിൽ എങ്ങനെ വേണം എന്ന് വീണ്ടും വിചാരം നടത്താൻ നിർബന്ധിതമാണ്. പിന്നെ നേരത്തെ ബംഗാളും പോയി, പിന്നെ ത്രിപുരയും പോയി, ഇപ്പോൾ കേരളം ഈ അവസ്ഥയിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ കര കാണാത്ത തീക്കടൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്കാണ് ഇപ്പോൾ അവർ പോയിരിക്കുന്നത്. അതുമാത്രമല്ല, ജനതാദൾ ദേവഗൗഡ വിഭാഗം കേരളത്തിൽ MLA-മാരുള്ള ഒരു പാർട്ടിയാണ്. അവർ ഇപ്പോൾ കർണാടകത്തിൽ ദേവഗൗഡ BJP മുന്നണിയോട് ചേർന്നെങ്കിലും ഇവർ അതിൽ നിന്ന് കലഹിച്ച് മാറി നിന്നു. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു വീണ്ടും വിചാരം ഉണ്ടാകും. അങ്ങനെ പല കക്ഷികളും, ചെറുതും വലുതുമായ എല്ലാ കക്ഷികൾക്കിടയിലും വലിയ പുനർചിന്തനം ആവശ്യമാണെന്ന് പ്രേരിപ്പിക്കുന്ന ഒരു വിധിയാണ് ഈ പാർലമെന്റ് ഇലക്ഷൻ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന കേരള കോൺഗ്രസ് ഒക്കെ ചിലപ്പോൾ ഇനിയിപ്പോൾ ദേവഗൗഡയുടെ കൂടെ വീണ്ടും ചേർന്ന് BJPയുടെ കൂടെ ഒന്നിച്ച് മുന്നേറാൻ മണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് അതാണ് ഇപ്പോൾ LDFനോടൊപ്പം ഉള്ളത്. കോട്ടയം സീറ്റിൽ അവരുടെ സ്ഥാനാർത്ഥി തോക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒഴിവ് വരുന്ന ഒരു രാജ്യസഭാ സ്ഥാനം LDF കൊടുത്തില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ മുന്നണി വിടാൻ നിർബന്ധിതമാകും. അപ്പോൾ അത് അവർ പോകുന്നത് UDFിലേക്കായിരിക്കുമോ അതോ BJP മുന്നണിയിലേക്കായിരിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചിന്താ വിഷയം. അപ്പോൾ ഈ കേരളത്തിൽ ആൾക്കാർ വിത്ത് CPM അല്ല ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി വീശിയടിച്ചത് കൊണ്ടാണ് ഇത്രയും ദയനീയമായ ഒരു പരാജയം. പിന്നെ ഈ ആൾക്കാരെ എപ്പോൾ നോക്കിയാലും ഇത് തന്നെയാണല്ലോ കേൾക്കണേ. മാസപ്പടി, സ്വർണ്ണക്കടത്ത്, പിന്നെ മകള് വീണയുടെ പ്രശ്നം, പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ക്ഷേമ പെൻഷൻ കിട്ടണില്ല, വിലക്കയറ്റം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊലപാതകങ്ങൾ, പിന്നെ ബോംബ് നിർമ്മാണം, എല്ലാം കൊണ്ടും ആൾക്കാർ ആകെ മടുത്ത. അതെ, ഗവൺമെൻറ്റിൻ്റെ ഓരോ നയവും അവർ സൗദ്ദേശത്തോടെ എടുക്കുന്ന നയവും മനഃപൂർവ്വം എടുക്കുന്ന നയമായാലും എല്ലാം അവർക്ക് തിരിച്ചടിയാകുകയാണ് എല്ലാം. പിന്നെ വേറൊരു കാര്യം സാർ ശ്രദ്ധിച്ചോ, തൃശ്ശൂരിൽ 2ാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ല. കേരളം മുഴുവൻ UDF തൂത്തുവാരുന്നു എന്ന് പറയുമ്പോഴും തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി അതായത് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് K. മുരളീധരൻ 3ാം സ്ഥാനത്താണ്. അവിടെ സുരേഷ് ഗോപി 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചത് LDF സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനെയാണ്. CBIയുടെ സുനിൽകുമാറാണ് സുരേഷ് ഗോപിയോട് തൊട്ട് താഴെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ 3ാം സ്ഥാനത്ത് പോയിരിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. അതും K. മുരളീധരനെ പോലെ ഒരാൾ. വടകരയിലെ MP ആയിരുന്ന മുരളീധരൻ സേഫ് സീറ്റ് തേടിയാണ് തൃശ്ശൂർ വന്നത്. തൃശ്ശൂർ പോലെ ഒരു സ്ഥലത്ത് മുരളീധരൻ്റെ പിതാവായ മുൻ മുഖ്യമന്ത്രി കരുണാകരനും ഉണ്ടായിരുന്ന വ്യക്തിപരമായ ബന്ധവും സ്വാധീനവും എത്ര വലുതായിരുന്നു. പക്ഷെ തൃശ്ശൂർ ഇവരുടെ ഫാമിലിക്ക് കണ്ണീരാണ് കുടിക്കാൻ കിട്ടണമെന്നാണ് പലപ്പോഴും. ഇവരെല്ലാവരും തോറ്റിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പത്മജ വേണുഗോപാലൊക്കെ തോറ്റിട്ടുണ്ട്. പക്ഷെ ആ പത്മജ വേണുഗോപാൽ മുരളീധരനെതിരായിട്ട് BJPക്ക് വേണ്ടി ഈ പ്രാവശ്യം പ്രചരണം നടത്തി. അപ്പോൾ പത്മജയുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ് ശരി എന്ന് മുരളീധരന് ഇപ്പോൾ അംഗീകരിക്കേണ്ടി വരും. അതാണ് കാണിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപി വളരെ സേഫ് നിലയിൽ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. അതെ. തൃശ്ശൂരും തിരുവനന്തപുരവും കേരളത്തിൽ NDAക്ക് കിട്ടാവുന്ന 2 സീറ്റാണെന്ന് ഉള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തൃശ്ശൂർ ഉറപ്പായും ജയിക്കുമെന്ന്
തിരുവനന്തപുരം ജയിച്ചുകൂടായികയില്ല എന്നൊരവസ്ഥ. ഇപ്പോൾ നമുക്ക് തോന്നുന്നു ഇത് കേരള രാഷ്ട്രീയത്തിൽ അടിമുടി മാറ്റമുണ്ടാക്കാൻ പ്രേരിപ്പിക്കും വരും ദിവസങ്ങളിൽ. അത് മാത്രമല്ല, ഇപ്പോൾ CPM കോൺഗ്രസ് മത്സരം പോലെയായിരുന്നു ഈ പാർലമെൻറ്റ് ഇലക്ഷൻ. പക്ഷേ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ ആകുമ്പോൾ അത് CPM BJP ആയിട്ടുള്ള മത്സരമായിട്ട് കേരളത്തിൽ മാറും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പാർലമെന്റിലേക്ക് ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ തീർച്ചയായിരിക്കും വരിക. ഈ കോൺഗ്രസും BJPയും തമ്മിലാവും മത്സരം. അതെ, കോൺഗ്രസ് BJP. അപ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ NDA INDA എന്ന് പറയുന്ന ഈ വ്യത്യസ്ത മുന്നണികൾ CPMന്റെ ഇന്നത്തെ രാഷ്ട്രീയം അനുസരിച്ച് അവർ INDA മുന്നണിയിലാണ്, കോൺഗ്രസിനോടൊപ്പമാണ് ദേശീയ തലത്തിൽ. അപ്പോൾ ആ മുന്നണിയും കേരളത്തിൽ BJP നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസും തമ്മിലായിരിക്കും വരും നാളുകളിൽ കേരളത്തിൽ ചേരിതിരിവ് വരാം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി തീരുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി സിംഗിൾ പാർട്ടി എന്ന നിലയിൽ അവർ ഒരു പ്രാദേശിക പാർട്ടിയാണ് ഇപ്പോൾ തന്നെ. ഈ ട്രെൻഡും കൂടെ തുടരുകയാണെങ്കിൽ അവർക്ക് കഷ്ടിച്ച് UDFന്റെ ഒരു ഘടകകക്ഷിയായി തീരേണ്ടി വരും. അതാണ് സ്ഥിതി, ഇപ്പോഴത്തെ അവസ്ഥ.